എങ്ങനെയെങ്കിലും ആ ഗൗതമിനെ നിധിയെയും ഈശ്വരമംഗലത്തൊന്ന് പുറത്താക്കി എന്റെ ശിവാനിയെ അവിടുത്തെ മരുമകളാക്കി മാറ്റിയ ശേഷം ഒരു 5-6 ജോലിക്കാരെയൊക്കെ വെച്ച് ഒരു പണിയും ചെയ്യാതെ ഒരു രാജ്ഞിയെ പോലെ അവിടെ ജീവിക്കണമെന്ന് വെച്ചാ അത് നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തോ പറയാനെന്ന് പറ. ഞാൻ ഇവിടെ കിടന്ന് തുണി കഴുകി കഴുകി മരിക്കും. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ രാജ്ഞിയാക്കി തരാം. ഈ ഫോൺ എടുത്ത് സൈലന്റ് ആക്കിയിട്ടേക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇതാവുമ്പം ബെല്ലടിച്ച കാണുകയില്ല, കേൾക്കുകയില്ല. സേഫ്. ഇങ്ങനെ എന്നെ വിളിക്കുന്നത്? എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ട് തന്നെ വർഷങ്ങളായി. എന്തോ കാര്യമുണ്ട്. അറ്റൻഡ് ചെയ്തേക്കാം. ഹലോ. കോൾ ആരുടേതാണെന്ന് മനസ്സിലാകാതെ എടുത്തതാണോ അതോ വിളിക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തതാണോ? വളച്ചു കെട്ടലൊന്നും വേണ്ട. കാര്യം എന്താ വെച്ചാ പറയും. ആമുഖം ഒന്നും അവതരിപ്പിച്ചതല്ല. എന്റെ നമ്പറാണെന്ന് അറിഞ്ഞാൽ നീ എടുക്കില്ല എന്ന് കരുതി, അതുകൊണ്ട് ചോദിച്ചതാ. വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞ ഉപകാരം ആയേനെ. നിനക്ക് ഉപകാരമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് ഭാവിയിൽ അത് ഉപദ്രവമാവുകയും ചെയ്യും. അതെ, നിന്റെ അമ്മയെ ജീവനോടെ വേണേല് വേഗം വന്നെടുത്ത് ആ സാധനത്തിന് ആശുപത്രി കൊണ്ടുവന്ന് നോക്കുക. അമ്മയ്ക്ക് എന്താ പറ്റിയേ? നിങ്ങൾ എന്റെ അമ്മ വല്ലതും ചെയ്താ? അയ്യോ, നിന്റെ അമ്മയെ എന്തേലും ചെയ്യാനുള്ള ത്രാണി എനിക്കില്ലല്ലോ. പക്ഷേ ഇപ്പൊ സാക്ഷാ ഭഗവാൻ ഇടപെട്ട് എന്തോ പണി കൊടുത്തിട്ടുണ്ട്. അനക്കൊന്നും കേൾക്കാതായപ്പോ ഞാൻ റൂമിൽ ചെന്ന് നോക്കിയതാ. അപ്പൊ ബോധവും പൊക്കണമൊന്നും ഇല്ലാതെ നിലത്ത് കിടക്കുന്നു. ബി എന്തോ കൂടിയതാണെന്ന് തോന്നുന്നു. ചത്തിട്ടൊന്നുമില്ല, നേരത്തെ ശ്വാസമുണ്ട്. ആരെങ്കിലും കൂടി വിളിച്ചൊന്ന് ആശുപത്രി കൊണ്ടുപോകണമായിരുന്നു അച്ഛന്. ഓ പിന്നെ, എനിക്ക് വലിയ അത്യാവശ്യമല്ലേ. നിന്നെ വിളിച്ചു പറഞ്ഞ് അവളെ രക്ഷിച്ചാ പോലും ഭാവിയിൽ എനിക്കത് കോടാലിയായി മാറുന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ അതാ. ഇപ്പൊ നേരത്തെ ശ്വാസമുണ്ട്. പെട്ടെന്ന് വന്നാ ചിലപ്പോ ജീവനോടെ കിട്ടിയിരിക്കും. ദേ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ വിളിക്കുന്നു പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി ഇങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയില്ല. എന്താന്ന് വെച്ചാ നീ ചെയ്തോ. ഹലോ. സത്യമായിരിക്കും അങ്ങനെ പറഞ്ഞത്. അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ അമ്മ എന്നെ വിളിക്കേണ്ടതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മയൊന്ന് വിളിച്ചു നോക്കാം. മിക്കവാറും ശിവാനി ഇപ്പൊ രേണുകയുടെ ഫോണിലോട്ട് വിളിക്കും. കുറച്ച് വിശ്വാസ്യത കിട്ടണമെങ്കിൽ ഒരു പണിയുണ്ട്. എന്റെ ഊഹ ശരിയായിരുന്നു. അവള് വിളിച്ചിട്ടുണ്ട്. അമ്മ എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ സുഖമില്ലാന്ന് പറഞ്ഞ സത്യം അല്ലെങ്കിലോ. ഒന്ന് വിളിച്ചു നോക്കാം. നീ ഇതിൽ കിടന്ന് വിളിക്കണ്ട. ബോധമില്ലാതെ കിടക്കുന്നവൾ എങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യും? ശരി, സൗകര്യം ഉണ്ടെങ്കിൽ വാ. വന്നില്ലെങ്കിൽ ചത്തില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഞാനൊരു മിസ് കോള് തരാം. ആ ശരിയെങ്കിൽ. ഹലോ. ആന്റി, ആന്റി, ജ്യോതി ആന്റി. എന്താ മോളെ, എന്തു പറ്റി? ആന്റി, ഇപ്പൊ അച്ഛൻ വിളിച്ചിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന്. അയ്യോ, എന്തു പറ്റിയെന്നാ പറഞ്ഞേ? അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. അറിയാലോ അച്ഛന്റെ സ്വഭാവം. വേണമെങ്കിൽ നീ വന്ന് നിന്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്നു പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. നിനക്ക് അമ്മയൊന്ന് വിളിച്ചു നോക്കാറുന്നില്ലേ? ഞാൻ അമ്മയെ വിളിച്ചു. ഫോൺ പക്ഷെ എടുത്തത് അച്ഛൻ തന്നെയാ. അമ്മയ്ക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനാവുമായിരുന്നെങ്കിൽ അച്ഛൻ ആ ഫോൺ എടുക്കില്ല ആന്റി. അത് തന്നെ എന്റെ പേടിയും.
ഇന്നാളും കുറച്ചു ദിവസം വയ്യാതെ കിടന്നതല്ലേ. ശോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ, ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല. പോണം. സമയം കളയണ്ട. വേഗം റെഡിയാവാൻ നോക്ക്. ആ, എങ്കിൽ ഞാൻ പോയിട്ട് വരാം ആന്റി. പോയിട്ട് വാ. കയ്യില് കാശ് വല്ലതും ഉണ്ടോ? അതൊക്കെ ഉണ്ട് ആന്റി, ഞാൻ പോയിട്ട് വരാം. ഇവളുടെ അമ്മയല്ലേ, വേറെ എന്തെങ്കിലും ഉടായിപ്പ് പരിപാടിയായിരിക്കും. ഓട്ടോ നിർത്ത്. നേരെ പോട്ടെ. ഹരീന്ദ്രൻ വിളിക്കുന്നുണ്ട്. അവരങ്ങ് എത്തിയും തോന്നുന്നു. ഹലോ ഹരീന്ദ്ര. മാഡം, ഞങ്ങളും എത്തി. ആ, പ്ലാനിങ് എല്ലാം പറഞ്ഞ പോലെ സെറ്റല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ വീഡിയോ കോൾ ചെയ്യാം. ആ കോളൊന്ന് ലാപ്ടോപ്പ് കണക്ട് ചെയ്യാം. ആ, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഹരികുമാർ. എങ്ങനെയുണ്ട് മാഡം? ഉഗ്രനായിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഞാൻ ഓരോരുത്തരെയായി മാഡത്തിന് പരിചയപ്പെടുത്തരാം. ഇത് ജൂനിയർ ഓഫീസർ അജയ് സി മേനോൻ. ഈ ഓഫീസറെ മാഡത്തിന് അറിയാം. നമ്മുടെ പാർവതി ബിൽഡേഴ്സിന്റെ പ്യൂണായിരുന്നു അജയ് കുമാർ. നമസ്കാരം. നമസ്കാരം. മാഡം, ഇനി അടുത്ത ആളെങ്ങനെ നോക്കി. ഇവിടെയുള്ള പോലീസ് ഓഫീസേഴ്സിനൊക്കെ CKCക്കും ജ്യോതിർമയ്ക്ക് അറിയാവുന്നതുകൊണ്ടാ പുതിയ ഒരു വനിതാ SI ഇറക്കി. ലുക്കല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഒറിജിനൽ SI പോലെ തന്നെയുണ്ട്. അഭിനയിക്കാൻ പെട്ടെന്നൊരാളെ കിട്ടാത്തത് കൊണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.